ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സൈക്ലോൺ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് സൈക്ലോൺ എന്നുള്ള അറിയുന്നതിന് മുന്നേ അറ്റ്മോസ്ഫിയറിൽ വിൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ്മോസ്ഫിക് പ്രഷറും അറ്റ്മോസ്ഫിക് സർക്കുലേഷൻ ആൻഡ് വിൻഡ് വെതർ സിസ്റ്റത്തിലാണ് നമ്മൾ സൈക്ലോണിനെ പറ്റി പഠിക്കുന്നത്. സോ അതിന് നമ്മൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നാണ്. നമ്മുടെ എയർ കോളം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ യൂണിറ്റ്സ് ആയിട്ട് മില്ലി ബാർ എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അറ്റ് സീ ലെവൽ ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 1013.2 മില്ലി ബാർ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട്. അടുത്തത്, ഡ്യൂ ടു ദ ഗ്രാവിറ്റി ദ എയർ അറ്റ് ദ സർഫസ് ഡെൻസർ ആണ്, സോ ഇറ്റ് ഹാസ് ഹയർ പ്രഷർ. സോ എയർ പ്രഷറിനെ നമ്മൾ മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ അനറോയിഡ് ബാരോമീറ്റർ യൂസ് ചെയ്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പ്രഷർ ഹൈറ്റ് കൂടുന്തോറും ഡിക്രീസ് ചെയ്യും, മനസ്സിലായില്ലേ? ഹൈറ്റ് കൂടുന്തോറും പ്രഷർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷറിന് എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്? ടെമ്പറേച്ചർ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊറിയോളിസ് ഫോഴ്സ് ആണ്. കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് റൈറ്റ് ഡിറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയറും ലെഫ്റ്റ് ഡിറക്ഷൻ സതേൺ ഹെമിസ്ഫിയറിലും കാറ്റിനെ തിരിച്ചു വിടും. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിൻഡിനെയൊക്കെ റൈറ്റ് ഡിറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും അതേ സാധനം സതേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് കണ്ടുപിടിച്ച ഫ്രഞ്ച് ഫിസിസ്റ്റ് ആണ് കൊറിയോളിസ്. ഓക്കെ, 1844 വെലോസിറ്റി കൂടുമ്പോൾ ഡിഫ്ലക്ഷനും കൂടും. ലാറ്റിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ചിട്ട് അത് കൊറിയോളിസ് ഫോഴ്സും കൂടും. മാക്സിമം അറ്റ് ദ പോൾസ് ആൻഡ് ആബ്സെന്റ് അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ കൊറിയോളിസ് ഫോഴ്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ജെറ്റ് സ്ട്രീംസ് വരുന്ന കൊറിയോളിസ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന സംഭവമാണ് ജെറ്റ് സ്ട്രീം. അതുകൊണ്ട് തന്നെ കൊറിയോളിസ് ഫോഴ്സ് എവിടെ ഇല്ല? ഇക്വേറ്ററിൽ ഇല്ല. ഓക്കെ, ജെറ്റ് സ്ട്രീംസ് ഇക്വേറ്ററിൽ ഇല്ല. കൊറിയോളിസ് ഫോഴ്സ് പ്രഷർ ഗ്രേഡിയന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രഷർ ഗ്രേഡിയന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പ്രഷർ ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ ഐസോബാർ ഉണ്ടല്ലോ, ഐസോബാർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലേസസിനെ സെയിം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉള്ള പ്ലേസസിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യിക്കുന്ന സാധനമാണ് ഐസോബാർ. ഈ ഐസോബാറിന് പെർപെൻഡിക്കുലർ ആണ്. ഹയർ ദ പ്രഷർ ഗ്രേഡിയന്റ്, മോർ ഇസ് ദ വെലോസിറ്റി ഓഫ് ദ വിൻഡ് ആൻഡ് ലാർജർ ഇസ് ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. ഓക്കെ, ഈ രണ്ട് ഫോഴ്സസും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അറ്റ് ദി ഇക്വേറ്റർ കൊറിയോളിസ് ഫോഴ്സ് is 0 and wind blows perpendicular to the isobar. The low pressure gets filled instead of getting intensified. This is why tropical cyclones are not formed near the equator. ഇക്വേറ്ററിൽ അടുത്തായിട്ട് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവാറില്ല, ബിക്കോസ് അവിടെ ഇല്ലല്ലോ. സോ ഇക്വേറ്ററിൽ കൊറിയോളിസ് ഫോഴ്സ് 0 ആയതുകൊണ്ട് തന്നെ വിൻഡ് ഐസോബാറിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. അപ്പോൾ ലോ പ്രഷർ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോ പ്രഷർ ഫില്ലാവാതെ വാക്വം ആകുമ്പോഴാണ് അവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകുന്ന കണ്ടീഷൻസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം അതെന്താണെന്ന് സൈക്ലോണൊക്കെ. പ്രഷർ ആൻഡ് വിൻഡ്, അത് അറിയാലോ. അതായത് ഐസോബാർ സ്ട്രേറ്റ് ആകുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയന്റിനെ കൊറിയോളിസ് ഫോഴ്സസ് ബാലൻസ് ചെയ്യും. കണ്ട, പ്രഷർ ഗ്രേഡിയന്റിനെ കൊറിയോളിസ് ഫോഴ്സസ് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വിൻഡ് ബ്ലോ ചെയ്യും. ആ വിൻഡിനെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത്. അതായത് ഐസോബാർ സ്ട്രെയിറ്റ് ആയിരിക്കുമ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത സമയത്ത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് കൊറിയോളിസ് ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു റിസൾട്ടന്റ് വിൻഡ് ഇതിന് പാരലായിട്ട് ബ്ലോ ചെയ്യും, ഐസോബാറിന് പാരലായിട്ട് ബ്ലോ ചെയ്യും. ആ വിൻഡിനെയാണ് ജിയോസ്ട്രോഫിക് വിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ട് കൈൻഡ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ഒരു ലോ പ്രഷറിനുള്ളിലാണെങ്കിൽ സൈക്ലോണിക് എന്നും ഹൈ പ്രഷറിന് ചുറ്റും വരുന്ന വിൻഡ് സർക്കുലേഷൻ ആന്റി സൈക്ലോണിക് എന്നും പറയും. ബിക്കോസ് ലോ പ്രഷറിന് ചുറ്റും ഒരു വിൻഡ് സർക്കുലേഷൻ വന്നാൽ അതൊരു സൈക്ലോൺ ഫോർമേഷന് ഇടയാവും. പക്ഷേ ഒരു ഹൈ പ്രഷർ ഉള്ള ഏരിയയിലാണ് വിൻഡ് ഫോർമേഷൻ വരുന്നതെങ്കിൽ അത് ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രഷർ സിസ്റ്റംസ് ആണ്, സൈക്ലോണും ആന്റി സൈക്ലോണും. അതിൻ്റെ സെൻട്രലിലെ പ്രഷർ സൈക്ലോൺ ആണെങ്കിൽ ലോയും ആന്റി സൈക്ലോൺ ആണെങ്കിൽ ഹൈയും ആയിരിക്കും. പാറ്റേൺ ഓഫ് വിൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ്. ആന്റി സൈക്ലോൺ നേരെ തിരിച്ച്. ഓക്കെ, സോ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്
നമ്മുടെ എർത്തിന് ഇത്ര ഇതായിട്ട് സർക്കുലേഷൻ വരുന്നുണ്ട്. ഒന്ന് ഏറ്റവും മുകളിലെ പോളാർ വോർട്ടെക്സ്, പിന്നെ പോളാർ സെൽ, പോളാർ ജെറ്റ് സ്ട്രീം, ഫെറൽ സെൽ, ഹാഡ്ലി സെൽ. ഓക്കെ, അതിൽ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും ഉണ്ട്, പോളാർ ജെറ്റ് സ്ട്രീമും ഉണ്ട്. സോ ഈ പോളാർ ജെറ്റ് സ്ട്രീമും സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമിനും മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സെല്ലാണ് ഫെറൽ സെൽ. മനസ്സിലായില്ലേ? ഹാഡ്ലി സെൽ എന്ന് പറയുന്നത് ഇക്വേറ്ററിനും സബ് ട്രോപ്പിക്കൽ ഹൈനും ഇടയ്ക്ക് വരുന്നതാണ്. ഇത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ പഠിക്കും. അത് ജസ്റ്റ് ഞാൻ ഇത് മാത്രം പറയാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈക്ലോൺ വരുന്നത്. രണ്ട് എയർ മാസസ്, ഡിഫറെന്റ് എയർ മാസസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാവും. അതിനെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ പ്രോസസ് ഫോർമേഷൻ ഓഫ് ഫ്രണ്ടിനെയാണ് ഫ്രോണ്ടോജെനസിസ് എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ഫ്രോണ്ട് ഉണ്ട്. 1 കോൾഡ്, 2 വാം, 3 സ്റ്റേഷനറി, 4 ഒക്ലൂഡഡ്. അപ്പോൾ ഫ്രോണ്ട് സ്റ്റേഷനറി ആയിരിക്കുമ്പോൾ അത് സ്റ്റേഷനറി ഫ്രണ്ടും, അതിൽ കോൾഡ് എയർ വാമർ എയറിന്റെ മാസിലേക്ക് ടുവേർഡ് പോവുകയാണെങ്കിൽ കോൾഡ് ഫ്രണ്ടും, ഈ വാം എയർ മാസ് തിരിച്ച് കോൾഡ് എയറിൽ വരികയാണെങ്കിൽ വാം ഫ്രണ്ടും, പിന്നെ ഫുള്ളായിട്ട് ലിഫ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒക്ലൂഡഡ് ഫ്രണ്ട് എന്ന് പറയും. Okay, so the front occurs in middle latitudes and characterized by steep gradient in temperature and pressure. So ഈ ഫ്രണ്ട്സ് ഒക്കെ, ഈ ഒക്ലൂഡഡ് ഫ്രണ്ട് ഉണ്ടാകുന്നത് മിഡിൽ ലാറ്റിറ്റ്യൂഡിലാണ്, അതൊരു സ്റ്റീപ്പ് ഗ്രേഡിയൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ അടുത്ത എന്താന്ന് നോക്കാം. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പിക്കൽ സൈക്ലോണിനെ ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവുന്ന പോലെയല്ല, ഡിഫറെൻ്റ് ആണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ടാവുന്നത്. അതെന്ന് വെച്ചാൽ ഇവിടെ ഫ്രോണ്ട് ഉണ്ടായിട്ട് ആ ഫ്രോണ്ടിലാണ് എന്ത് സംഭവിക്കുന്നത്, സൈക്കിൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് പാസേജ് ഓഫ് ഫ്രണ്ട് കോസസ് അബ്രപ്റ്റ് ചേഞ്ചസ് വെതർ കണ്ടീഷൻ ഓവർ ദ ഏരിയ ആൻഡ് മിഡിൽ ആൻഡ് ഹൈ ലാറ്റിറ്റ്യൂഡ്. ഇത് മിഡിൽ ലാറ്റിറ്റ്യൂഡും ഹൈ ലാറ്റിറ്റ്യൂഡ്സിലും മാത്രമേ ഇത് കാണത്തുള്ളൂ, ഇന്ത്യയിൽ വരത്തില്ല. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് പോളാർ ഫ്രണ്ടിലാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് ആദ്യം ഇനിഷ്യലി ആ ഫ്രണ്ട് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, ഇത് സ്റ്റേഷനറി ആണ്. പയ്യെ പയ്യെ എന്ത് സംഭവിക്കും, പ്രഷർ ഡ്രോപ്പ് ചെയ്യും, warmer air moves northwards and colder air moves towards the south. അങ്ങനെ ഒരു ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ വരും. ആൻഡ് ദിസ് സൈക്ലോണിക് സർക്കുലേഷൻ ഒരു എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോണായി മാറുകയും ഒരു വാം ഫ്രണ്ടും കോൾഡ് ഫ്രണ്ടും വരുന്നു. അങ്ങനെ ഒരു പോക്കറ്റ്സ് ഓഫ് വാം എയർ ഓർ വാം സെക്ടർ വരുന്നു ഇതിനിടയ്ക്ക്. അപ്പോൾ the warm air glides over the cold air and the sequence of clouds appear over sky ahead of warm front and cause precipitation. The cold front approaches the warm front from behind and pushes the warm air. കണ്ടോ, ആദ്യം ഇങ്ങനെ ഇരിക്കുന്നു, പിന്നെ ഇതാവുന്നു, പിന്നെ ഈ കോൾഡ് എയർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വന്നിട്ട് വാം എയറിനെ മുകളിലോട്ട് പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ഒരു ആന്റി സൈക്ലോണിക് സർക്കുലേഷൻ വന്നിരിക്കും. കണ്ടോ, സോ അതാണ് ഇവിടെ മേജർ ആയിട്ടും വരുന്നത്. ദ പ്രോസസ് എന്ന് പറയുന്നത് എക്സ്ട്രാ സൈക്ലോൺ എന്ന് പറയുന്നത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ്, ട്രോപ്പിക്കൽ സൈക്ലോണായിട്ട് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ക്ലിയർ ഫ്രണ്ട് സിസ്റ്റം വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. പക്ഷേ ട്രോപ്പിക്കൽ സൈക്ലോണിൽ അങ്ങനെ ഒരു എയർ മാസിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളില്ല. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് സീയുടെ മണ്ടയിൽ മാത്രമേ ഉണ്ടാവൂ, അത് ലാൻഡിലെത്തുമ്പോൾ അത് തീരും. അതേസമയം എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് അത് ഉണ്ടാവുന്നത് തന്നെ എവിടെയാണ്, ലാൻഡ് മാസിലാണ് ഉണ്ടാകുന്നത്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ ഒരുപാട് ഏരിയയെ എഫക്റ്റ് ചെയ്യും, പക്ഷേ ട്രോപ്പിക്കൽ സൈക്ലോൺ അത്ര ഏരിയ എഫക്റ്റ് ചെയ്യത്തില്ല. വിൻഡ് വെലോസിറ്റി ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ വളരെയധികം ഹയർ ആണ്. ട്രോപ്പിക്കൽ സൈക്ലോൺ ആണ് ഭയങ്കര ഡിസ്ട്രക്റ്റീവ്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് പോകുന്നത്, പക്ഷേ ട്രോപ്പിക്കൽ സൈക്ലോൺ ഈസ്റ്റ് ടു വെസ്റ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്താണെന്ന് നോക്കാം. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ വയലന്റ് സ്റ്റോം ആണ്. അത് ട്രോപ്പിക്കൽ ഏരിയാസിലെ ഓഷ്യൻസിന്റെ മണ്ടയിലാണ് വരുന്നത്. ഓക്കെ, വൺ ഓഫ് ദ മോസ്റ്റ് ഡിവാസ്റ്റേറ്റിംഗ് നാച്ചുറൽ കലാമിറ്റീസ് ആണ്. ദേ ആർ നോൺ ആസ്, അതിന് ഒരുപാട് പേരുണ്ട്. സൈക്ലോൺ നമ്മൾ ഇന്ത്യൻ ഓഷ്യൻ ഉള്ളവരൊക്കെ വിളിക്കും, അറ്റ്ലാന്റിക്കിൽ എത്തുമ്പോൾ അതിനെ ഹുറിക്കെയിൻ എന്ന് വിളിക്കും, വെസ്റ്റ് പസഫിക്കും സൗത്ത് ചൈന സീയിൽ എത്തുമ്പോൾ ടൈഫൂൺസ് എന്ന് വിളിക്കും, വെസ്റ്റേൺ ഓസ്ട്രേലിയ എത്തുമ്പോൾ വില്ലി വില്ലീസ് എന്ന് വിളിക്കുന്നു. ട്രോപ്പിക്കൽ സൈക്ലോൺ ആൻഡ് ഒറിജിനേറ്റ് ആൻഡ് ഇന്റൻസിഫൈ ഓവർ വാം ട്രോപ്പിക്കൽ ഓഷ്യൻസ്. ഓക്കെ, ഓഷ്യൻസ് എന്തായിരിക്കണം, വാം ആയിരിക്കണം, എന്നാൽ മാത്രമേ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ടാവത്തുള്ളൂ. എന്തൊക്കെയാണ് അതിന്റെ കണ്ടീഷൻ നോക്കാം. ആദ്യം ലാർജ് സീ സർഫസ് വേണം, ഒരുപാട് നീണ്ട സീ സർഫസ് വേണം. അതിന്റെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വേണം, 27 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം. പിന്നെ അവിടെ ഒരു കൊറിയോണിസ് ഫോഴ്സ് വേണം. പിന്നെ സ്മോൾ വേരിയേഷൻ, ഒരു വെർട്ടിക്കൽ വിൻഡ് സ്പീഡിൽ ഒരു സ്മോൾ വേരിയേഷൻ വേണം. പിന്നെ
പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ അല്ലെങ്കിൽ ലോ ലെവൽ സൈക്ലോണിക് സർക്കുലേഷൻ. ഓൾറെഡി ഒരു ലോ ലെവൽ സൈക്ലോണിക് സർക്കുലേഷനോ അല്ലെങ്കിൽ ഒരു ലോ പ്രഷറോ ഉണ്ടായിരിക്കണം. പിന്നെ അപ്പർ ഡൈവേർജൻസ് എബവ് ദ സീ ലെവൽ സിസ്റ്റം. സീ ലെവൽ സിസ്റ്റത്തിന് മണ്ടയിൽ കൂടെ ഒരു ഡൈവേർജൻസ് ഉണ്ടായിരുന്നു, അപ്പർ ഡൈവേർജൻസ് വേണം. അപ്പോൾ ഇതിന്റെ എനർജി എല്ലാം കൂടുമ്പോൾ സ്റ്റോം ഇന്റൻസിഫൈ ചെയ്യുകയും കണ്ടൻസേഷൻ സംഭവിച്ച് ക്യുമുലോനിംബസ് ക്ലൗഡ് ഇതിന്റെ സെന്റർ ഓഫ് ദ സ്റ്റോമിൽ വരും. വിത്ത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് മോയ്സ്ചർ ഫ്രം സീരമണ്ടയിൽ കൂടെ ഇതിൽ ഫോം ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് സീന്ന് ഇഷ്ടംപോലെ മോയ്സ്ചർ കിട്ടുമ്പോൾ ഈ സ്റ്റോം ഫൈദർ സ്ട്രെങ്തൻ ചെയ്യുകയും ലാൻഡിലെത്തുമ്പോൾ അത് ഫോൾ ചെയ്യും. അതിനെയാണ് ലാൻഡ് ഫോൾ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത്. മഴ പെയ്യുന്ന പോലെ പെയ്യും. അതിന് ഭയങ്കരമായിട്ട് കാറ്റ് വീശി അടിക്കും. ഓക്കെ. The cyclone which crosses 20° north latitude generally recurve ചെയ്യുകയും ചെയ്യും. അത് ഒരുപാട് റെസ്ട്രിക്റ്റീവ് ആണ്. ഓക്കെ. മെച്ചുവർ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്നത് സ്ട്രോങ് സ്പൈറലി സർക്കുലേറ്റിംഗ് വിൻഡ് അറൌണ്ട് ദ സെൻട്രൽ കോൾഡ് ഐ. എൻ്റെ പടം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ടോ, ഇതാണ് സ്ട്രോങ്, ഇതാണ് ഐ. ഐന്ന് സ്ട്രോങ് സെൻട്രൽ സർക്കുലർ വിൻഡ്സ് അറൌണ്ട് ദി ഐ. അടുത്തത് എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ദ സർക്കുലേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 150 to 250 കിലോമീറ്റർ വരെ ആവാം. ദ ഐ എന്ന് പറയുന്നത് കാം വിത്ത് സബ്സിഡിങ് എയർ ഉണ്ട്. ഐയിൽ സബ്സിഡിങ് എയർ ആണ് വരുന്നത്. ഓക്കെ. എന്നിട്ട് ഐ വാൾ എന്ന് പറയുന്നത് സ്ട്രോങ് സ്പൈറലി മുകളിലോട്ട് പോവാണ്, സ്ട്രോങ് ആയിട്ട് സ്പൈറൽ അപ്വേർഡ്സ് ആണ്. പിന്നെ wind reaches maximum velocity in this region, reaching as high as 250 km/h. Torrential rainfall ഉണ്ടാവും. From the eye wall, rain bands may radiate outwards. Okay. ഈ സൈക്ലോൺ തന്നെ സ്റ്റോം സജസ് ഉണ്ടാക്കുകയും കോസ്റ്റൽ ലോ ലാൻഡ്സ് വെള്ളത്തിനടിയിലാവുകയും സ്റ്റോം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സോ